അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വളരെ മഹത്വപൂർണമായ ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫലവത്തായി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ദിനങ്ങൾ നമുക്ക് നഷ്ടത്തിൻ്റെ കണക്കിലേക്ക് എണ്ണേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാനിലെ നമുക്ക് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ സ്വഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു, അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്കുൻ. ഇതാ റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, അനുഗ്രഹ സമ്പൂർണമായ മാസമാണിത്. ഫറഅ അലൈക്കും സിയാമഹു. ഇതാ വിശുദ്ധ ഈ റമളാൻ മാസത്തിൽ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫത്തഹു ഫീഹി അബ്വാബുസ് സമാ. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ, ആകാശത്തിന്റെ കവാടങ്ങൾ ഇതാ മലർക്ക് തുറന്നു നിൽക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് തേടാം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാം, നിങ്ങൾക്ക് തൗബ ചെയ്യാം. വതുഗല്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. നരകത്തിന്റെ കവാടങ്ങൾ ഇതാ കുട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിശാചുക്കളെ ബന്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഈ വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു, ആകാശത്തിന്റെ വാതിലുകൾ മലർക്ക് തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് പൊറുക്കലിനെ തേടാൻ. നമ്മളൊക്കെ മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്, പാപങ്ങൾ സംഭവിച്ചു പോകുന്നവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരാശിയെ മുഴുവനും പരിചയപ്പെടുത്തിയത് അങ്ങനെയാ. കുല്ലു ബനി ആദമു ഖത്താഉൻ. എല്ലാ മനുഷ്യരും, ആദമിന്റെ സന്തതികൾ മുഴുവനും ഖത്താഉൻ, അബദ്ധം സംഭവിക്കുന്നവരാണ്, പാപം സംഭവിക്കുന്നവരാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആ പാപം സംഭവിക്കുന്നവരിൽ ചില നല്ല ആളുകളുണ്ട്. ആരാണവർ? അവർ അത്തവാബൂൻ, തൗബ ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, എത്ര ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിലേക്ക് പാപമോചനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരങ്ങളല്ലേ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തുന്നതായി കാണാം, വകൈഫ ലാ യുബശ്ശിറുൽ മുഅ്മിനു ബിഫത്ഹി അബ്വാബിൽ ജിനാൻ. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത് കാരണമായി എങ്ങനെയാണ് മുഅ്മിനിന് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുന്നത്? വകൈഫ ലാ യുബശ്ശിറുൽ മുദ്രിബു ബിവൽഖി അബ്വാബിൽ നീറാൻ. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ദോഷികൾക്ക്, പാപം ചെയ്തു പോയ ആളുകൾക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുന്നത്? പിശാചുക്കളെ ബന്ധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ സന്തോഷിക്കുക, നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഈ വിശുദ്ധ റമളാൻ വന്നിട്ടും തൗബ ചെയ്യാതെ ആയിപ്പോകുന്ന ദൗർഭാഗ്യവാൻ നമ്മൾ ഉൾപ്പെട്ടു പോയിക്കൂടാ. സഹോദരങ്ങളെ, പല ആളുകളും നാളേക്ക് നീട്ടിവെക്കുകയാണ്. പിന്നീടാകാം, ഇന്നെനിക്ക് ചെറുപ്പമല്ലേ, അല്പം കൂടെ കഴിയട്ടെ, അല്പം കൂടെ ഇത്തരം തിന്മകളൊക്കെ പ്രവർത്തിക്കട്ടെ എന്ന രൂപത്തിൽ പല ആളുകളും ജീവിക്കുന്നു. സഹോദരങ്ങളെ, അതിന് നമ്മൾ മുതിരരുത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്നോ, നാളെ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ അറിയില്ല. നമുക്ക് ഓരോരുത്തർക്കും, നമുക്കാർക്കും അറിയില്ല. ഖുർആൻ വളരെ അടിവരയിട്ട് ചിന്തിക്കാൻ വേണ്ടി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം വചനങ്ങളൊക്കെ തൗബയ്ക്ക് വേണ്ടി നമുക്ക് പ്രേരണയാവേണ്ടതുണ്ട്, പ്രചോദനമാവേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം തറാവീഹ് നമസ്കരിച്ചവർ, നമ്മോടൊപ്പം പള്ളികളിൽ ഇത്തിക്കാഫിരുന്നവർ, നമ്മോടൊപ്പം ഖുർആൻ പാരായണത്തിന് പള്ളികളിൽ സജീവമായിരുന്നവർ. സഹോദരങ്ങളെ, ഇന്നവരിൽ പല ആളുകളും
നമ്മളും 6 അടി മണ്ണിനടിയിലാണ് എന്നോർക്കുമ്പോൾ അടുത്ത റമദാനിൽ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മിൽ എത്ര പേർ അടുത്ത റമദാനിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരുമോ അടുത്ത റമദാനിന് മുമ്പ്? നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും അള്ളാഹുവിനോട് സകലതും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങുകയും വേണം നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപത്തിന്റെ കറ പുരളാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ പാപം പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത, ഒരു കള്ളം പോലും പറയാത്ത അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ ദിനേന 100 തവണയും 70 തവണയുമൊക്കെ പല ഹദീസുകളിലും കാണാം അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് പാപമോചനം നടത്താറുണ്ടായിരുന്നു എന്ന് ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി റബ്ബി അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, ഞാനിതാ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏത് പ്രവാചകൻ? ജീവിതത്തിൽ ഒരു അബദ്ധം പോലും സംഭവിക്കാത്ത, ഒരു പാപം പോലും സംഭവിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബ ചെയ്യാറുണ്ടായിരുന്നു. വിശ്വാസികളെ, നമുക്കത് പ്രേരണയാവേണ്ടതുണ്ട്, നമുക്കത് പ്രോത്സാഹനമാവേണ്ടതുണ്ട്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയെന്നോണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, എങ്ങനെയാ നമ്മൾ തൗബ ചെയ്യേണ്ടത്? ഏതെങ്കിലും പുസ്തകങ്ങളിൽ, ഏതെങ്കിലും ഏടുകളിൽ തൗബ എന്ന ഹെഡിങ്ങിൽ അതിന് താഴെ വെച്ച ഏതെങ്കിലും കാര്യങ്ങൾ അറബി അക്ഷരങ്ങളിൽ, അറബി പദങ്ങൾ, അത് വായിക്കലാണോ തൗബ? അതല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ നമുക്ക് ചൊല്ലിത്തന്നത് അത് ഏറ്റുപറയലാണോ തൗബ? അർത്ഥമറിയാതെ ഏതെങ്കിലും വചനങ്ങൾ ഉരുവിടലാണോ തൗബ? അല്ല സഹോദരങ്ങളെ, തൗബ എന്നാൽ അതല്ല, മറിച്ച് തൗബ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ടുള്ള തേട്ടത്തെയാണ് തൗബ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് സൂറത്തുൽ ആലി ഇമ്രാന്റെ 135-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഇദാ പാപങ്ങൾ ചെയ്തു പോയ, ഫാഹിശത്തുകൾ ജീവിതത്തിൽ വന്നുപോയ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയ ആളുകൾ അവരെന്താണ് ചെയ്യേണ്ടത്? ഇതാ അവർ ചെയ്യേണ്ടത് ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ അവർക്ക് ഓർമ്മ വരുന്നു, അല്ലാഹുവിനെ ഓർമ്മ വരുന്നു. അല്ലാഹുവെ പറ്റിപ്പോയല്ലോ, അബദ്ധം സംഭവിച്ചു പോയല്ലോ എന്ന ഓർമ്മ വരുന്നു. എന്നിട്ടുടനെ തന്നെ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ ചെയ്തു പോയ ആ പാപത്തിൽ അല്ലാഹുവിനോട് അവർ പാപമോചനം നടത്തുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു ചോദിക്കുന്നു, ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പുറത്തു തരാൻ? അല്ലാഹുവല്ലാതെ നിങ്ങൾ ആരോട് തേടിയിട്ടെന്താണ്? നിങ്ങളുടെ റബ്ബ് മാത്രമല്ലേ നിങ്ങൾക്ക് പാപം പുറത്തു തരാനുള്ളൂ. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ആ തൗബ ചെയ്തതിന് ശേഷം എന്ത് പ്രവർത്തനമായിരുന്നു, എന്ത് പാപമായിരുന്നു അവർ ചെയ്തത്, ആ പാപത്തിലേക്ക് പിന്നീട് അവർ മടങ്ങുകയില്ല. ഇതാണ് സഹോദരങ്ങളെ തൗബ. ഇങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. തെറ്റുകൾ സംഭവിക്കൽ മനുഷ്യ സഹജമാണ്. അവിടെ അല്ലാഹുവിനെ ഓർമ്മ വരണം, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ആ തെറ്റിലേക്ക് പിന്നെ മടങ്ങിപ്പോകരുത്, അതിൽ ഖേദമുണ്ടായിരിക്കുക. ഇതാണ് തൗബയായിക്കൊണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ പവിത്രമായ നാളുകൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സകല പാപങ്ങളും റഹ്മാനായ റബ്ബിലേക്ക് ഏറ്റുപറയുക. എല്ലാം റബ്ബ് നമുക്ക് പുറത്തു തരും. പലർക്കും ഇന്നും സംശയമാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് പശ്ചാത്തപിക്കുക? എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് തൗബ ചെയ്യുക? എത്രയെത്ര തിന്മകളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, എത്രയെത്ര പാപങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിനോട് പാപമോചനം നടത്തുക? സഹോദരങ്ങളെ, ഒരു സന്ദേഹവും വേണ്ട, ഒരു സംശയവും വേണ്ട. എല്ലാം ഏറ്റെടുക്കാൻ, എല്ലാം നിങ്ങൾക്ക് പുറത്തു തരാൻ റഹ്മാനായ റബ്ബിദ ഇരുകരങ്ങളും വിരിച്ച്, ഇരുകരങ്ങളും നീട്ടിവച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ സന്തോഷം നൽകുന്ന, വളരെ ആനന്ദം നൽകുന്ന, വിശ്വാസികൾക്ക് ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന വചനങ്ങൾ സൂറത്തു സുമറിന്റെ 53, 54 വചനങ്ങൾ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നു, യാ ഇബാദിയ, എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ. ആരാ സഹോദരങ്ങളെ എൻ്റെ അടിമകൾ? എൻ്റെ അടിമകൾ കൃത്യമായി പള്ളികളിൽ വന്ന് ജമാഅത്ത് നമസ്കരിച്ച്, തഖ്വയിൽ ജമാഅത്തായി നമസ്കരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന
പൊറുക്കുന്നവരാണ് എന്ന തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. അള്ളാഹു പറയുന്നു, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരത്തോട് ധാരാളം തിന്മകൾ ചെയ്തു പോയ, ചെറുതല്ല വലിയ വലിയ പാപങ്ങൾ ചെയ്തു പോയ, ധാരാളം പാപങ്ങൾ ചെയ്തു പോയ എന്റെ അടിമകൾ, അവര് തെറ്റിപ്പോയതാണ്, അവർക്ക് റൂട്ട് മാറിപ്പോയതാണ്. പക്ഷേ അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, വിശ്വാസികളെ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു പദം അള്ളാഹു അതാ എടുത്തു പറയുകയാ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ സകല പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറാണ്, പാപമോചനം നടത്തുന്നവനാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, അവൻ റഹീമാണ്, അവൻ കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ, മരണം വന്നെത്തുന്നതിന് മുമ്പേ ആ റബ്ബിലേക്ക് കീഴൊതുങ്ങിക്കോളൂ, ആ റബ്ബിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. അങ്ങനെ മരണം നിങ്ങൾക്ക് വന്നെത്തിയാൽ സുമ്മ ലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ട് കാര്യമില്ല, പിന്നെ നിങ്ങൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അത് അല്ലാഹു സ്വീകരിക്കില്ല. അതിനു മുമ്പേ നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. സഹോദരങ്ങളെ, ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ വിശുദ്ധ റമദാൻ ഇത്തരം സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നലകളിൽ വന്നുപോയ പാപങ്ങളൊക്കെ റഹ്മാനായ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് സകലതും പൊറുപ്പിച്ച് ഒരു മലീമസമായ നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളായിക്കൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നിന്നും നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഈ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിടവാങ്ങുമ്പോൾ സഹോദരങ്ങളെ, ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായിക്കൊണ്ട് വേണം നമുക്ക് ഈ റമദാനിനെ യാത്രയേക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം ഓഫർ തരുമ്പോ എല്ലാം പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങളൊന്നുകൊണ്ടും മടിക്കണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുതേ. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, സകല പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന ഓഫർ അല്ലാഹുവാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്തുക, ഇത് അറിഞ്ഞിരിക്കുക, ഇത് മനസ്സിലാക്കുക. ചെയ്തു പോയ സകല പാപങ്ങളും കണ്ണീരൊരുക്കി കൊണ്ട് ആരോടും നമ്മൾ പറയേണ്ട, ഒരു പുരോഹിതന്റെ മുമ്പിലും പോയി നമ്മൾ കുമ്പസരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ എല്ലാം പൊറുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആ റഹ്മാനായ ഗഫൂറായ വദൂദായ ആ റബ്ബിനോട് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇന്നലകളിൽ വന്നുപോയ സകല പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.